നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 22 തൊഴിലാളികൾ മഞ്ഞിനടിയിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ മഞ്ഞുമല ഇടിഞ്ഞ് ബോർഡ് റോഡ് ഓർഗനൈസേഷനിലെ 55 തൊഴിലാളികൾ കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്ന സൈന്യത്തിന്റെ ചിത്രം കൂടി നൽകിക്കൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ PF പലിശയിൽ മാറ്റമില്ല എന്നതാണ് അടുത്ത വാർത്ത. PF നിക്ഷേപകർക്ക് 2024-2025 വർഷം 8.25% പലിശ നിലനിർത്താൻ EPF കേന്ദ്ര ട്രസ്റ്റി ബോർഡ് യോഗം ശുപാർശ ചെയ്തു. സജീവ അംഗങ്ങളുടെ എണ്ണം 7.6% സ്ഥാപനങ്ങളുടെ എണ്ണം 6.6% കൂടിയതിനാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ശമ്പളത്തിന് ആനുപാതിക പെൻഷൻ ഉടൻ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട് എന്ന സൂചനയും നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ മുണ്ടക്കൈ ടൗൺഷിപ്പ് വീടിന് 30 ലക്ഷം തന്നെ എന്ന് പറയുന്ന K. രാജന്റെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ ദേശാഭിമാനി നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. നവകേരള പുതുവഴിയിൽ രേഖ അവതരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ നൽകുന്നുണ്ട്. CPM സംസ്ഥാന സമ്മേളനം മാർച്ച് 6-ന് കൊല്ലത്ത് പോളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ വാക്കുകളാണ് വാർത്തയെ നൽകിയിട്ടുള്ളത്. പതാക ജാഥ ഇന്ന് പ്രയാണം തുടങ്ങും എന്ന് പറഞ്ഞ് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ലീഡ് കൈവിട്ട് കേരളം എന്ന വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. സച്ചിൻ ബേബിക്ക് സെഞ്ചുറി നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ഹൈലൈറ്റും നൽകുന്നുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടാനുള്ള അവസരം കേരളം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. നാഗ്പൂരിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി ബൗണ്ടറി നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത അച്ചടക്കം ലംഘിച്ചാൽ കർശന നടപടി എന്നതും വീണ്ടും സമ്പൂർണ്ണ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന 2 വാർത്തകളാണ്. ആദ്യത്തേത് വീണ്ടും സമ്പൂർണ്ണ ക്യാമ്പസ് രാഷ്ട്രീയം എന്നതാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഘടനാ പ്രവർത്തനങ്ങൾക്കും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനും എയ്ഡഡ് സ്വാശ്രയ കോളേജിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ മറികടക്കാൻ സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വരുന്നു എന്ന വാർത്തയാണ്. അതുകൂടാതെ തന്നെ അധ്യാപകർക്ക് അഭിപ്രായ പ്രകടനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അക്കാദമിക സ്വാതന്ത്ര്യവും അന്വേഷണവും അഭിപ്രായ പ്രകടനം സംഘം ചേരൽ എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യവും കരട് ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സബ് സ്റ്റോറി പുരോഗമിക്കുന്നത്. മറ്റൊന്ന് അച്ചടക്കം ലംഘിച്ചാൽ കർശന നടപടി എന്ന വാർത്തയാണ്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഉന്നത യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ താക്കീതാണ് വാർത്തയെ നൽകിയിട്ടുള്ളത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി ആരെങ്കിലും സംസാരിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് ACC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് സങ്കടക്കടൽ തുഴഞ്ഞ റഹീം എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. യാത്രാവിലക്കിന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും 7 വർഷം നീണ്ട പ്രവാസത്തിൽ സങ്കടക്കടലിൽ നിന്ന് റഹീം തുഴഞ്ഞെത്തിയത് മകനൊഴുക്കിയ ചോരപ്പുഴയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് താരിഫ് ഭീതി പിടിവിട്ട് ഓഹരി വിപണി എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള താരിഫ് യുദ്ധത്തിൽ ഭീതിയിൽ നിന്ന് മോചനം നേടാനാകാതെ ഇന്ത്യൻ ഓഹരി വിപണി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഗൾഫിൽ ഇന്ന് റമദാൻ വ്രതാരംഭം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. കൂടാതെ EPF ഇൻഷുറൻസ് ആനുകൂല്യം വർദ്ധിപ്പിച്ചു എന്ന വാർത്തയാണ്. നടപ്പ് സാമ്പത്തിക വർഷം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കോൺഗ്രസിലെ യോഗവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഐക്യകാഹളം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ACCയുടെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തവർ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുള്ള പ്രധാന ചർച്ചകൾ നടന്നു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭിന്നതയുണ്ടെന്ന മാധ്യമ പ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് 2 സ്പെഷ്യൽ ഹൈലൈറ്റുകളാണ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് 10ാം ക്ലാസ് സെൻഡ് ഓഫ് ആഘോഷമാക്കാൻ കഞ്ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പനക്കാരൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സെക്രട്ടേറിയറ്റ് പുതുക്കിപ്പണിയും എന്ന മറ്റൊരു വാർത്തയാണ്. മാസ്റ്റർ പ്ലാൻ വേഗത്തിൽ തയ്യാറാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥതല സമിതി ശുപാർശ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മന്ദിരം പുതുക്കിപ്പണിയുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ വേഗത്തിൽ തയ്യാറാക്കണമെന്ന് പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥതല യോഗത്തിന്റെ ശുപാർശ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയിലേക്ക് കിടക്കുന്നത്. മറ്റൊന്ന് ആശാ വർക്കർമാരുടെ ഓണറേറിയം 10 വർഷം മുൻപ് കരീം ആവശ്യപ്പെട്ടത് 10,000 എന്ന് പറഞ്ഞുകൊണ്ടാണ്
വാർത്ത 10 വർഷം മുൻപ് ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് വാദിച്ച് CPM നേതാവ് എളമരം കരീമിന് ഇപ്പോൾ ആശാമാരുടെ സമരത്തോട് പരിഹാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, എൽസ്റ്റൺ ടൗൺഷിപ്പ് ഡിസംബറിനകം പൂർത്തിയാക്കാൻ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിന്റെ ഭാഗമായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് ഈ വർഷം തന്നെ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. കൗമുദിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജനം മാർക്കിടും പോലീസ് കുടുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൗമുദി സ്പെഷ്യൽ സ്റ്റോറിയാണ്. നന്നാമത്തെ പോലീസിനെ ജനത്തെ വിട്ട് ശരിയാക്കാൻ സർക്കാർ, പോലീസിന്റെ പെരുമാറ്റവും കാര്യക്ഷമതയും വിലയിരുത്തി മാർക്കിടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, മാന്യ പെരുമാറ്റം ഔദാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെല്ലാം വകുപ്പുകളാണ് യഥാർത്ഥത്തിൽ പോലീസ് ആക്ടിൽ പോലീസിൻ്റെ മാന്യമായ പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്നതെന്ന് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെയുള്ള വാർത്ത എങ്ങനെ സഹിക്കും എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ റഹീമ ഉറ്റവരുടെ മൃതദേഹം സംസ്കരിച്ച ഇടത്തു നിന്ന് കരയുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വിദ്യാർത്ഥി സംഘടനം ചികിത്സയിലായിരുന്ന 15-കാരൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ട്യൂഷൻ സെന്ററിലെ തമ്മിലടിയെ സംബന്ധിച്ച് 15-കാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. ഇത്രയുമാണ് കേരള കൗമുദിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത് ഇത് അവസാനിപ്പിച്ചേ തീരൂ എന്ന തലക്കെട്ടോടുകൂടി തന്നെ 10ാം ക്ലാസ്സുകാരുടെ കൂട്ടത്തല്ലിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത തന്നെയാണ്. കേരളത്തിലെ 3ഇടങ്ങളിൽ നടന്ന 3 സംഭവങ്ങൾ, 3ലും ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ. സമാനമായ വേറെയും സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നു. ഇതിന് അറുതി വരുത്തിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റൊന്ന്, ഇതിനായി തന്നെ നമ്മൾ ഭരണ സംവിധാനവും നിയമപാലകരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ചിറങ്ങേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് 3ഇടങ്ങളിലെ വാർത്തകൾ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. 3 കോളങ്ങളായിട്ടാണ് വാർത്ത നൽകുന്നത്. 10ാം ക്ലാസ്സുകാരുടെ കൂട്ടത്തലിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. 10ാം ക്ലാസ്സുകാരുടെ യാത്രാ വിൽപ്പനയ്ക്ക് ലഹരി പാർട്ടി, കോളേജിൽ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വാർത്തകൾ നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഐക്യ സന്ദേശവുമായി കോൺഗ്രസ്, പാർട്ടി ലൈൻ വിട്ടൽ കർശന നടപടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി ഹൈക്കമാൻഡ് ഐക്യ സന്ദേശം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമയിലെ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധനവ്, ധനവകുപ്പിന്റെ എതിർപ്പിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത് ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നെന്ന് മന്ത്രിസഭാ രേഖകൾ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ശമ്പള വർധനവ് തൽക്കാലം വേണ്ട എന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. മറ്റൊന്ന്, മുൻകാല പ്രാബല്യമില്ല, അലവൻസ് കൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന്, രാത്രികാല വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധന എന്ന് പറഞ്ഞ വാർത്ത നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ അഫാന്റെ മൊഴി സ്ഥിരീകരിച്ച് പോലീസ് ആദ്യം ആലോചിച്ചത് കൂട്ട ആത്മഹത്യ, വിജയിക്കില്ലെന്ന് കരുതി കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ മുറിച്ചു വിറ്റത് 3800 ഏക്കർ സർക്കാർ ഭൂമി എന്ന വാർത്തയാണ്. വയനാട്ടിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 3800 ഏക്കർ സർക്കാർ തോട്ടഭൂമി നിയമവിരുദ്ധമായി തരം മാറ്റി മുറിച്ചത് വിറ്റതായി റവന്യൂ വകുപ്പ് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. സർക്കാർ വ്യവസ്ഥകൾ ദുരിതബാധിതർ തള്ളി, പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു വാർത്ത. വയനാട് ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം തള്ളി ദുരിതബാധിതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, CITU ബദൽ സമരം പൊളിഞ്ഞു, കീടമെന്ന് വിളിച്ച് അധിക്ഷേപം തുടരുന്നു, 51 വെട്ടുവെട്ടാത്തത് ഭാഗ്യമെന്ന് സമരസമിതി. ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിനെതിരെ CITU സംഘടിപ്പിച്ച ബദൽ സമരം പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, PC ജോർജുമായി ബന്ധപ്പെട്ട വാർത്തയും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ ജന്മഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഉയർന്ന പെൻഷൻ അപേക്ഷിച്ചവരിൽ അയോഗ്യരാക്കപ്പെട്ടവർ 7 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സുപ്രീം കോടതി വിധിച്ച ഉയർന്ന PF പെൻഷൻ ഭൂരിഭാഗം അപേക്ഷിച്ചവർക്കും കിട്ടാക്കനിയായേക്കും. ഉയർന്ന പെൻഷന് വേണ്ടി അപേക്ഷിച്ച 17.49 ലക്ഷം പേരിൽ 7.35 ലക്ഷവും അയോഗ്യരാണെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. PF പലിശ നിരക്കിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 8.25% തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി നൽകുന്നുണ്ട്. സെലൻസ്കിയെ അപമാനിച്ച ട്രെൻഡ് എന്ന വാർത്തയും മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രശ്നം കൈയോടെ തീർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ യോഗവുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടാൻ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം നിലവിലെ 41-ൽ നിന്ന് 40% കുറയ്ക്കാനുള്ള കേന്ദ്ര നീക്കം ധനപ്രതിസന്ധിയിൽ നേരിടുന്ന കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്.
അത് ചിത്രം മാത്രം പങ്കുവെച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. വിദർഭയ്ക്കെതിരായ രഞ്ജി ട്രോഫി ഫൈനലിൽ കേരള ക്യാപ്റ്റൻ സച്ചിൻ ബോബിയുടെ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ഉത്തരാഖണ്ഡിലെ മഞ്ഞുവീഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മാണ ഗ്രാമത്തിലുണ്ടായ ഹിമപാതത്തിൽ കുടുങ്ങിയവർ എന്ന് പറഞ്ഞുള്ള അവർക്കുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.